റീസെന്റ് ബാക്ക് പെയിനും അല്ലെങ്കിൽ ഡിസ്പൾജ് ആയിട്ട് വരുന്ന കുറെ പേര് യങ്സ്റ്റേഴ്സ് ആണ് ഇഷ്ടം പോലെ വരുന്നത്. ആ യങ്സ്റ്റേഴ്സിന് ഇതിൽ നമ്മളൊന്ന് അസസ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചു. വേറസ് ഒരു എക്സ്റേ, ഒരു ഹോൾ സ്പൈൻ എക്സ്റേ നമ്മൾ ഇടയ്ക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതെടുക്കുമ്പോൾ മിക്കവാറും ഒരു ചെറിയൊരു 5 അല്ലെങ്കിൽ 10 ഡിഗ്രി ഓഫ് സ്കോളിയോട്ടിക് നേച്ചർ ഫീൽ ചെയ്യാറുണ്ട്. അത് ഹിപ്പ് അലൈൻമെന്റിലായിരിക്കാം, അത് ഹിപ്പിന്റെ ടിൽറ്റ് കൊണ്ടായിരിക്കും അതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് വാട്ട് ഈ ഡിസ്പൾജ് കോസ് ചെയ്യുമെന്ന് ദേ ആർ നോട്ട് അവെയർ. ഇപ്പൊ റീസെന്റ് തന്നെ 1-2 പേര് പണ്ടത്തെ റീൽസ് കണ്ടിട്ട് തന്നെ വന്നിട്ട് ചെക്ക് ഈ എക്സ്റേ എടുത്തു നോക്കിയായിരുന്നു. ഡെഫിനറ്റ്ലി അത് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു അവരുടെ സ്ട്രക്ചറിൽ. ഇത് റിയലൈസ് ചെയ്യാണ്ട് ദേ ഹാവ് ബീൻ ഗോയിങ് ടു മെനി ട്രീറ്റ്മെന്റ്സ്. കുറെ റെസ്റ്റ് എടുത്തായിരുന്നു, വർക്ക് സ്റ്റേഷൻസ് മാറ്റിയായിരുന്നു, ആയുർവേദം, ഫിസിയോതെറാപ്പി, മെഡിസിൻസ് കുറെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് പെയിൻ മാനേജ്മെന്റ്. പക്ഷെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവർക്ക് അപ്പോഴും കോൺഫിഡൻസ് ഇല്ല. ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പെയിൻ വരുമോ എന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല ആക്ടിവിറ്റീസും റെസ്ട്രിക്ട് ചെയ്യാണ്. ഈ സംശയം വരുന്നതെന്ന് വെച്ചാൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡീവിയേഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പിടുത്തം വരുമോ എന്നുള്ളൊരു പേടി അപ്പോഴും നിലനിൽക്കുക. ഡെഫിനറ്റ്ലി ഒന്ന് കൺസൾട്ട് ചെയ്യുക. നിയർ ബൈ നല്ലൊരു ഫിസിയോനെയോ നല്ലൊരു ഓർത്തോപെഡിക് സർജനെയോ കൺസൾട്ട് ചെയ്യുക. ആൻഡ് ദെൻ മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഇസ് നോട്ട് യുവർ റൂട്ട് കോസ്. അതായത് ഈ ഒരു ടിൽറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങളുടെ ബോഡി എങ്കിൽ ദെൻ യു ക്യാൻ ഗോ വിത്ത് എ കൺസർവേറ്റീവ് മെത്തേഡ്. ഇല്ല, ടിൽറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ക്ലിയർ ഇറ്റ്. വേറെ ചോയ്സ് ഇല്ല.